ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് തകർപ്പൻ പ്രകടനം നടത്തുന്ന ദേശീയ ടീമാണ് മൊറോക്കോ. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മൊറോക്കോക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഈയിടെ അവസാനിച്ച ആഫ്കോണിലും ഫൈനൽ വരെ എത്താൻ മൊറോക്കോക്ക് സാധിച്ചു. പക്ഷേ കലാശ പോരാട്ടത്തിൽ സെനഗലിനോട് മൊറോക്കോ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഫിഫ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ടീമാണ് മൊറോക്കോ. എന്നാൽ അവർക്ക് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യം എന്തെന്നാൽ അവരുടെ പരിശീലകനായ വാലിദ് ആ ഒരു പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയിരുന്നു. വേൾഡ് കപ്പ് തൊട്ടരികിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഈ പരിശീലകൻ പടിയിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ പരിശീലകനെ മൊറോക്കോക്ക് ഇപ്പോൾ ആവശ്യമായി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പ്രമുഖ മാധ്യമമായ അത്ലറ്റിക് FC ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് FC ബാഴ്സലോണ ഇതിഹാസമായ സാവിയെ പരിശീലകനാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മൊറോക്കോ നടത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ഇവർ സാവിയെ സമീപിച്ചിരുന്നു. പുതിയ പരിശീലകനാവാൻ വേണ്ടി സാവിയെ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അഗ്രിമെന്റിൽ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സാവിക്ക് ഉടൻ തന്നെ മൊറോക്കോയെ ഏറ്റെടുക്കാൻ താല്പര്യമില്ല. മറിച്ച് ഈ വേൾഡ് കപ്പിന് ശേഷം വേണമെങ്കിൽ ഏറ്റെടുക്കാം എന്ന ഒരു നിലപാടിലാണ് സാവി ഉള്ളത്. എന്നാൽ അപ്പോൾ വേൾഡ് കപ്പിലേക്ക് മറ്റൊരു പരിശീലകനെ മൊറോക്കോക്ക് ആവശ്യമായി വരും എന്നുള്ളതാണ്. ഏതായാലും ഇതുവരെ സാവിക്കും മൊറോക്കോക്കും ഇടയിൽ ഒരു അഗ്രിമെന്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ മൊറോക്കോയുടെ ദേശീയ ടീമിന് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു ടീമാണ് മൊറോക്കോ. ഈ വരുന്ന വേൾഡ് കപ്പിലെ കറുത്ത കുതിരകളാവാൻ സാധ്യതയുള്ള ഒരു ടീം അത് മൊറോക്കോ തന്നെയാണ്. ബ്രസീലിന്റെ ഗ്രൂപ്പിലാണ് ഇപ്പോൾ അവർ ഉൾപ്പെട്ടിരിക്കുന്നത്. ജൂൺ 14-ാം തീയതി നടക്കുന്ന മത്സരത്തിലാണ് മൊറോക്കോയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുക. പിന്നീട് നടക്കുന്ന മത്സരത്തിൽ സ്കോട്ട്ലാൻഡാണ് മൊറോക്കോയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.